നിലവിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രൂപം ഉണ്ടായിരുന്നു. പരാതി ഉൾപ്പെടെ SF എന്ന രൂപത്തിൽ പരാതി ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നിലവിൽ അവരെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഒന്ന്, ഈ ഉൾപ്പെടെ കുട്ടികൾക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി റിട്ടേൺ ആയി തന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ബസ്സാണോ ആ ബസ്സിനെതിരെ നടപടി എടുക്കും എന്നുള്ളതും, പിന്നെ ഒരു മാസം ഇവർ എന്ന രൂപത്തിൽ സ്കോഡായിട്ട് ഏത് ഭാഗത്താണോ ഇങ്ങനെ ST വാങ്ങുന്നത് ആ ഭാഗത്ത് സ്കോഡായിട്ട് ഇറങ്ങുന്നുള്ള രൂപത്തിലാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. പരാതി കൊടുക്കുന്നതിന് നടപടി ഉണ്ടാവില്ല, അത് ഒരു മാസം പരാതിയില്ല. അതെ അതെ, നമ്മുടെ ഭാഗത്തുനിന്നുണ്ടോ? പേഴ്സണലി വിദ്യാർത്ഥികൾ എടുത്തുന്നുള്ള പരാതികൾ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിട്ടുണ്ട്. 3 പ്രധാനപ്പെട്ട ബസ് സ്റ്റോപ്പുകളിലും സ്കോഡ് നാളെ മുതൽ വെക്കാന്നുള്ളതും RTO സമ്മതിച്ചിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ഇങ്ങനെ ബസ് ചാർജ് ഈടാക്കുന്നത്? മാനന്തവാടി, ബത്തേരി, കൽപ്പറ്റയാണ് പ്രധാന റൂട്ടിൽ ഓടുന്നത്. കൂടുതലും നമുക്ക് KSRTC ഇല്ലാത്ത റൂട്ടുകളിലാണ് കൂടുതൽ പൈസ മേടിക്കുന്നത്. കൽപ്പറ്റ ടു പടിഞ്ഞാറത്തറ, മാനന്തവാടി റൂട്ടിൽ KSRTC എണ്ണം കുറവാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ ചാർജ് മേടിക്കുന്നത് അവിടെയാണ്. ടിക്കറ്റ് പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ടിക്കറ്റ് 8 രൂപ മേടിക്കുന്നവരുണ്ട്, മിനിമം ചാർജ് 5 രൂപ മേടിക്കുന്നവരുണ്ട്. ഒരു കേന്ദ്രീകരിച്ചൊരു പൈസ കുട്ടികളുടെ അടുത്ത് നിന്ന് മേടിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പല പൈസയാണ് തോന്നിയ രീതിയിലാണ് മേടിക്കുന്നത്. ഇത് പ്രിയദർശിനിന്റെ ഈ പ്രതിസന്ധി സംസ്ഥാനത്താകെ ഉണ്ടല്ലോ, പക്ഷെ വയനാട്ടിൽ മാത്രമാണല്ലോ ഏകപക്ഷീയമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ മുന്നോട്ട് വെച്ച ആവശ്യവും. അതിന്റെ പ്രിയദർശിനിന്റെ നഷ്ടം ഇവര് കാലാകാലങ്ങളായിട്ട് മുന്നോട്ട് വെക്കുന്ന ആവശ്യമാണിത്. അപ്പം അത് കാലകാലങ്ങളായിട്ട് മുന്നോട്ട് വെക്കുന്ന ആവശ്യമാണ് ഈ പൈസ കൂട്ടുക എന്നുള്ളത്. പക്ഷെ പ്രിയദർശിനി ഒരു റീസൺ മാത്രമാണ്. പ്രിയദർശിനിയിലുള്ള നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് വിദ്യാർത്ഥികളാണെന്ന് പറയുന്ന നിലപാടിനോട് നമുക്ക് യോജിച്ചു പോകാൻ വേണ്ടി കഴിയില്ല. അതിന് മറ്റെന്തെങ്കിലും ഒരു മാർഗം എന്നുള്ള രീതിയിൽ കാണണമെന്നുള്ളതാണ് സൂചിപ്പിക്കുക. ഇതിപ്പം ഇതില് പരാതി ഉള്ള കുട്ടികൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ നടപടി എടുക്കും എന്നുള്ളതാണ് RTO പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളതാണ് മുന്നോട്ട് വെക്കുന്നത്. അതിന് മുന്നേ തന്നെ നമ്മളിപ്പം ADMന്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തിട്ട് ആ യോഗത്തിനകത്ത് മറ്റു വിദ്യാർത്ഥി സംഘടനകളൊന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം വേറെ പരാതികൾ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ നടപടി എടുക്കാന്നുള്ളതാണ് പറയുന്നത്. അതല്ലാതെ മറിച്ച് പരാതി ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളതല്ല. കുട്ടികളുടെ അടുത്ത് നിന്ന് അമിത ചാർജ് ഈടാക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ് സഭയുടെ ആവശ്യം.